ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചന്ദ്രിക. എല്ലാവർക്കും ചന്ദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞു, ഇനി വരുന്നത് നല്ല ഫ്ലവറിങ് സീസണാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധ ഇനി ഏതിനാണ് വേണ്ടത്? നല്ല ഫ്ലവർ തരുന്ന പ്ലാന്റ്സിനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ബൊഗൻവില്ല, ചെമ്പരത്തി, അതുപോലെ മെലസ്റ്റോമ, പിന്നെ അലമാണ്ട, പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും അഡീനിയം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഡീനിയം ചെടികൾ. അഡീനിയത്തിൽ ഒരു പൂ വിരിഞ്ഞാൽ 4-5 ദിവസം നല്ല ഫ്രഷായിട്ട് അതിലുണ്ടാകും. ഇപ്പോൾ കട്ട ഫ്ലവർ കിട്ടുന്നുണ്ട്, പിന്നെ പെറ്റൽസ് കുറഞ്ഞ സിംഗിൾ പെറ്റലായിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ നഴ്സറിയിൽ പോയിട്ട് ഒരു 3-4 ചെടി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ കെയറിംഗ് ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മറ്റ് ചെടികളിലൊന്നും ഫ്ലവർ വന്നിട്ടില്ല അധികം. അപ്പം ഞാൻ ആ ചെടികൾ എങ്ങനെ പോട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എനിക്കിപ്പോൾ ഈ 3 അഡീനിയം ചെടികളാണ് നടേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ ഞാൻ പൂഴി എടുത്തിട്ടുണ്ട്. പിന്നെ അത്ര അളവിൽ തന്നെ ഞാൻ ഗ്രാവൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗാർഡൻ സോയിൽ, അത് എല്ലാം 3 ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ മറ്റൊരു സാധനം ഇത് കുമ്മായം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പോട്ട് മിക്സ് തയ്യാറാക്കാൻ വേണ്ടുന്നത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, അഡീനിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഡെസേർട്ട് റോസ്. അതായത് ഡെസേർട്ടിൽ വളരുന്ന ചെടികളുടെ അതേ സ്വഭാവം തന്നെ ഇതിന്. അപ്പോൾ ഇതിന് കുറച്ച് ഡ്രൈ വെതറും ഡ്രൈ ആയിട്ടില്ല പോട്ടി മിക്സും ആണ് ആവശ്യം. അതിനാണ് നമ്മൾ പൂഴിയും ഗ്രാവൽസും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ ചെറിയൊരു പോട്ടാണ് എടുത്തിട്ട്, നമുക്കിത് ധാരാളമാണ്. നമ്മൾ അഡീനിയം നടാൻ ഇത്രക്കുള്ളൊരു പോട്ട് ധാരാളമാണ്. ഞാൻ മിക്സ് ചെയ്യാൻ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. ഈ പൂഴി ഞാൻ ഇതിലിടുന്നു. പിന്നെ നമുക്ക് ഈ ഗ്രാവൽസ് ഇടാം. പിന്നെ ഈ ഗാർഡൻ സോയിൽ. പിന്നെ ഞാൻ ഇതേ അളവിൽ കമ്പോസ്റ്റും എടുക്കുന്നുണ്ട്. ഈ കുമ്മായം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഞാനൊരു കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പോട്ടും റെഡിയുണ്ട്. കണ്ട, പോട്ടിലെ ഹോൾസ്, ഞാൻ ഇത് കുറച്ച് ചെറിയ ഹോൾസ് ആയിരുന്നു, ഞാനതിനെ കൊത്തിയിട്ട് കുറച്ച് വലുതാക്കിയതാണ്. കാരണം ഡ്രെയിനേജ് ഹോൾസ് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചെടിയുടെ കാര്യത്തിൽ. ഇനി നമുക്കിതിനെ ഒന്ന് ഈ ഓടിൻ്റെ കഷ്ണം വെച്ച് ഇത് അടച്ചു വെക്കാം. ഈ ചെടിയാണ് നമ്മളിന്ന് നടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഈ നഴ്സറിയിലത്തെ മണ്ണെല്ലാം ഞാൻ നീക്കം ചെയ്യുന്നുണ്ട്. ഇതുണ്ട, ഇവർ ആറ്റുമണലും ഗ്രാവൽസും കൂടുതൽ ചേർത്തത് കൊണ്ടാണ് ഇത് ഇത്രയും ലൂസ് മണ്ണ്. കണ്ട, ഇത്രയും ലൂസായി നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇതാണ് ചെടി. ഇപ്പം ഞാൻ ഇതിൻ്റെ സോയിലെല്ലാം നീക്കം ചെയ്തു. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് നടാൻ പോകുന്നു ഇതിന്. ഇനി നമുക്കിതിലേക്ക് ഈ പ്ലാന്റ് ഒന്ന് വെക്കാം. അതിൻ്റെ ബൾബ് കുറച്ച് പുറത്തേക്ക് കാണുന്ന മാതിരി നട്ടുകൊടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പോട്ടിങ്. ഞാനിങ്ങനെയാണ് നടല്. ഇനിയിപ്പം നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഇനി ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വേരുകളുണ്ടല്ലോ, ഈ മുകളിൽ കാണുന്ന വേരുകളെല്ലാം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇതൊന്ന് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് പോട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ ഇത് ശരിക്കും അതിൻ്റെ വേരുകളൊക്കെ അതിൽ പിടിച്ച് കഴിയും. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞു വേരുകളൊക്കെ മുറിച്ച് കളഞ്ഞ് അതിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലും ഫംഗിസൈഡ് ഒന്ന് പുരട്ടി കൊടുക്കണം ആ മുറിച്ച സ്ഥലത്ത്. അത്രയായാൽ
ഇക്കൊല്ല ഈ വർഷം തന്നെ ഇതിൽ പൂവുകൾ വരും. ഇതിപ്പോൾ 1 വർഷം പ്രായമായ ചെടിയാണ്. അപ്പോൾ ഇതിൽ ഈ വർഷം തന്നെ പൂ വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇതിപ്പോൾ ഞാൻ 2 ആഴ്ച മുമ്പ് റിപ്പോർട്ട് ചെയ്ത ചെടിയാണ്. അപ്പോൾ ഇതിനും ഇതുപോലെയുള്ള വേരുകൾ, കുഞ്ഞു വേരുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇവിടെയൊക്കെ ഞാൻ ഫംഗിസൈഡ് നന്നായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് വേണം ചെയ്യാൻ. ബ്ലേഡ് കൊണ്ടോ മറ്റോ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. പിന്നെ ഇതിനെ പ്രൂൺ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൂൺ ചെയ്യാൻ കുറച്ച് ലേറ്റായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ മഴക്കാലത്ത് പ്രൂൺ ചെയ്തിട്ട് എൻ്റെ 2 എണ്ണം ചത്തുപോയി. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ലേറ്റാക്കിയതാണ് പ്രൂൺ ചെയ്യാൻ. ഇത് ഞാൻ അതുപോലെയുള്ള വേറൊരു എൻ്റെ ഒരു പ്ലാന്റും ഇതുപോലെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ തായ്വേര് അടിയിൽ വരുന്നത് ഈ ബൾബ് കുറച്ച് ഉയർത്തിയിട്ട് ഇങ്ങനെ നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എല്ലാവർക്കും ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ഈ അഡീനിയം വാങ്ങി വരുന്ന സമയമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ഞാൻ കാണിച്ചത്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലൊക്കെ ഒന്ന് ശിഖരങ്ങൾ വന്ന് കുറച്ച് ഒരു ഫ്ലവറിങ് എല്ലാം കുറച്ച് തുടങ്ങട്ടെ. അപ്പം ഞാൻ ഇതിൻ്റെ കെയറിങ് കൃത്യമായിട്ടും പറഞ്ഞു തരുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.